ഇന്ത്യയെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അമേരിക്കയുടെ തീരുവ ഭീഷണിയും യൂറോപ്യൻ യൂണിയന്റെ റഷ്യക്കെതിരെയുള്ള ഉപരോധവും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കും റിഫൈനറികൾക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചില്ലറയല്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏറ്റവും പുതിയതായി ഇന്ന് പറഞ്ഞത് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഉറപ്പാകാത്തതിനാൽ 20 മുതൽ 25% വരെ തീരുവ ഏർപ്പെടുത്തുമെന്നാണ്. അതേസമയം യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഉപരോധം പ്രത്യേകിച്ച് ഇന്ത്യയിലെ നയ്യാര എനർജിയെ ബാധിച്ചെങ്കിലും മൈക്രോസോഫ്റ്റ് അവരുടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചത് ഒരു ആശ്വാസമാണ്. ഇന്ന് ട്രംപ് പറഞ്ഞത് ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തീരുവ ഈടാക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ തിരിച്ചും തീരുവ ഉയർത്തുമെന്നാണ്. ഈ ഏപ്രിലിൽ 10% തീരുവയിൽ തുടങ്ങിയ ഈ ഭീഷണി ഓഗസ്റ്റ് 1 മുമ്പ് കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ 20 മുതൽ 25% വരെ ഉയർത്താം. 2024 ഇന്ത്യ US വ്യാപാരം ഏകദേശം 11 ലക്ഷം കോടിയായിരുന്നു. ഇതിലൂടെ ഇന്ത്യക്ക് ഏകദേശം 4 ലക്ഷം കോടിയുടെ വ്യാപാര മിച്ചവും ഉണ്ടായി. എന്നാൽ ഇപ്പോഴത്തെ തീരുവ വർധന ഭീഷണി തുണിത്തരങ്ങൾ, ആഭരണം, രാസവസ്തുക്കൾ തുടങ്ങിയവയുടെ ഓർഡറുകൾ കുറയുന്നതിന് കാരണമായി. എന്നാൽ നമ്മുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് ഇതുവരെ നടന്ന ചർച്ചകളിൽ അതിശയകരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ്. ഓഗസ്റ്റ് പകുതിക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിക്കും. ഒക്ടോബറിൽ ഒരു വ്യാപാര കരാർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കൃഷി, ഡയറി മേഖലകൾ ഇപ്പോഴും തീരുമാനമാകാതെ കിടക്കുന്ന മേഖലകളാണ്. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ ജൂലൈ 18 യൂറോപ്യൻ യൂണിയൻ റഷ്യക്കെതിരെ 18ാം ഉപരോധ പാക്കേജ് പ്രഖ്യാപിച്ചത്. ഇത് പ്രകാരം റഷ്യൻ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് ഇന്ത്യയിൽ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി നിരോധിക്കുന്നു. 2025 ഇതുവരെ ഇന്ത്യ യൂറോപ്പിലേക്ക് 1.25 ലക്ഷം കോടിയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. ഈ പുതിയ നിരോധനം പ്രത്യേകിച്ച് റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ 49% ഓഹരിയുള്ള ഇന്ത്യയിലെ നയാര എനർജിയെ ബാധിച്ചു. നയാറയുടെ വഡിനാർ റിഫൈനറി ദിവസം 4 ലക്ഷം ബാരൽ ശേഷിയുള്ള ഇന്ത്യയിലെ 3ാമത്തെ വലിയ റിഫൈനറിയാണ്. ഈ ഉപരോധം കാരണം ടാങ്കറുകൾക്ക് ലോഡിംഗ് ഒഴിവാക്കുകയും സ്റ്റോറേജ് പരിമിതികൾ മൂലം പ്രവർത്തനങ്ങൾ 70 മുതൽ 80% കുറയ്ക്കുകയും ചെയ്തു. 7 ഐലൻഡ്സ് ഷിപ്പിംഗും ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗും 3 ടാങ്കറുകളുടെ കരാറുകൾ റദ്ദാക്കാൻ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ മൈക്രോസോഫ്റ്റ് ജൂലൈ 18 ശേഷം നയ്യാറയ്ക്കുള്ള സേവനങ്ങൾ നിർത്തിയിരുന്നു. ഇത് ജീവനക്കാർക്ക് ഇമെയിൽ, ഡാറ്റ ആക്സസ് എന്നിവ തടസ്സപ്പെടുത്തി. ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സേവനങ്ങൾ ആവശ്യമാണെന്ന് വാദിക്കുകയും ഇതിനെതിരെ നയാറ ഡൽഹി ഹൈക്കോടതിയിൽ മൈക്രോസോഫ്റ്റിനെതിരെ കേസ് ഫയൽ ചെയ്തു. പിന്നീട് മൈക്രോസോഫ്റ്റ് യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ തുടരുകയാണെന്നും നയാറയ്ക്ക് സേവനം ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ നിലവിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ 35% വരെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. വിലക്കുറവ് തന്നെയാണ് ഇതിന് കാരണം. എന്നാൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ക്രൂഡിന്റെ വില $47 കുറച്ചത് ഇന്ത്യൻ റിഫൈനറികൾക്ക് കൂടുതൽ കിഴിവുകൾ ലഭിക്കാൻ ഇടയാക്കും. എന്നിരുന്നാലും ചൈന US ഉപരോധങ്ങൾ പാലിക്കാനുള്ള സാധ്യത കുറവാണ്. ഇന്ത്യ അവ പാലിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുമുണ്ട്. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിച്ച് ഇന്ത്യൻ വസ്ത്ര കയറ്റുമതിക്കാർക്ക് മത്സരം കൂട്ടുന്നു. ട്രംപിന്റെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അവകാശവാദവും ഇന്ത്യ അത് നിഷേധിക്കുന്നതും വ്യാപാര ചർച്ചകൾക്ക് നിഴൽ വീഴ്ത്തുന്നുണ്ട്. ഇത്രയൊക്കെ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ സേവന പുനഃസ്ഥാപനവും ഒക്ടോബറിൽ പ്രതീക്ഷിക്കുന്ന US ഇന്ത്യ വ്യാപാര കരാറും ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും റിഫൈനറികൾക്കും പ്രതീക്ഷ നൽകുന്നു. ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മുൻഗണന നേടുമെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ.